ലെബനാന് ശേഷം ഫലസ്തീൻ സ്വാതന്ത്ര്യവും ഇറാൻ ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞു. ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇറാൻ്റെ സമീപന നിലപാടുകൾ എന്ന ചോദ്യത്തിനാണ് കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാടോട് കൂടി തന്നെയാണ് ഫലസ്തീൻ വിഷയത്തെ ഇറാൻ കൈകാര്യം ചെയ്യുന്നത് എന്നും അതിൻ്റെ ഒരു ഭാഗമാണ് ലെബനാൻ ഇപ്പോൾ തങ്ങളുടെ അഭിമാന വിഷയമാക്കി മാറ്റിക്കൊണ്ട് തന്നെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലെബനാൻ കൂടി ചർച്ചയ്ക്കെടുക്കണമെന്ന് തങ്ങൾ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അതുതന്നെയാണ്. സർവ്വ മേഖലയിലും ഇസ്രായേലിന് തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ലെബനാൻ പ്രശ്നം ഗൗരവത്തിൽ തന്നെ ഇറാൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓർമുസിൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കുവൈറ്റിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ സൈനിക ബേസ് തീപിടിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് ചാനലിൻ്റെ അഭിമുഖത്തിന് അദ്ദേഹം മറുപടി പറയുന്നത്. കുവൈറ്റിലെ രണ്ട് ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ്റെ തിരിച്ചടി നടന്നത്. ഓർമുസ് കടലിൻ്റെ ചില ഭാഗങ്ങളിലെ ഇറാൻ്റെ സൈനിക താവളങ്ങളോ സൈനിക ബേസുകളോ കേന്ദ്രീകരിച്ചായിരിക്കാം ഒരുപക്ഷെ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയും തിരിച്ചടിക്ക് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അമേരിക്കയുമായിട്ട് ചർച്ചയുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി ചർച്ചയില്ല, ചർച്ചയുടെ ആവശ്യമില്ല. കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ആ പറയപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ട വിഷയങ്ങൾ പരസ്പരം ഉടമ്പടിയോട് കൂടി അംഗീകരിക്കുന്ന ഒരു രാജ്യവുമായിട്ട് മാത്രമേ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇനിയില്ല. ഇനി പ്രവൃത്തിയാണ് ആവശ്യം. എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുക എന്നുള്ള ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ പ്രവർത്തനത്തിലേക്ക് ഇനി മടങ്ങി വരിക. അതല്ലാത്ത രീതിയിൽ നിരന്തരം ചർച്ച നടത്തുക, ചർച്ചയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ വ്യവസ്ഥക്ക് വേണ്ടിയിട്ട് അത് സാധൂകരിക്കുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുതിയൊരു ചർച്ച നടത്തുക, ആ ചർച്ചയിൽ ആദ്യത്തെ വ്യവസ്ഥ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവസാനിക്കുക എന്നല്ലാതെ ഇതൊന്നും ഒരു യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥ പാലിക്കുന്ന, അത് അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക ഇസ്രായേലിനെ ലോകം കാണുന്നില്ല എന്നതിനാൽ അവരുമായിട്ട് ചർച്ചയില്ല എന്നുള്ളത് അവർ പറഞ്ഞു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അടിപതറിയിരിക്കുകയാണ്. ഏത് തരത്തിൽ ഇതിനെ നയിക്കണമെന്നോ ഏത് തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അറിയില്ല. കൂടെ നിൽക്കുന്ന ഒരു രാജ്യം പോലും കൂടെ ഇല്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇറാൻ്റെ കൈവശത്തിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരം ശേഖരിക്കുന്ന കാര്യത്തിൽ മൊസാദും ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും 100% പരാജയവുമാണ്. അപ്പോൾ ഒരു യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരുടെ മൈനസ് പോയിന്റ് കണ്ടുകൊണ്ട് അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ആ യുദ്ധമാണ് വിജയിക്കാറുള്ളത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു തന്ത്രവും പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അതറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അറിഞ്ഞിടത്തൊക്കെ വലിയ ബോംബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് സംശയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഭാഗത്ത് ട്രംപ് മറ്റൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയത്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: നിലവിലുള്ള സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കുകയോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ വാങ്ങുകയോ സൂക്ഷിക്കുകയോ ചെയ്താലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശത്തിൽ നിന്നും ആണവായുധം വില കൊടുത്തോ അല്ലാത്ത രീതിയിലോ വാങ്ങാൻ പാടില്ല. ആ കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ വരാൻ പോകുന്ന ഭാവിയിൽ മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശത്തിൽ നിന്ന് ആണവായുധം വാങ്ങരുത് എന്നുള്ളതിൻ്റെ വ്യവസ്ഥ ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് പറയുന്ന അമേരിക്ക ഇവിടെ തന്ത്രപ്രധാനമായിരിക്കുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ പാതയായിരുന്നു ഓർമുസ് എന്ന് പറയുന്നത്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ് എന്ന ഇറാൻ്റെ ചോദ്യത്തിന് അമേരിക്കയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ആയുധം നൽകുന്നത് അമേരിക്കയാണ്. അത് അമേരിക്ക നിർത്തുമോ എന്നൊരു ഇറാൻ്റെ ചോദ്യം അവിടെ പ്രസക്തമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആയുധം വാങ്ങരുത്, ആയുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ഗൗരവമായിട്ട് പറയുന്ന സമയത്ത് ഏകദേശം 75,000-ഓളം പാലസ്തീനികളെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തത്. 2023 ശേഷം 26-ൻ്റെ ആദ്യ പകുതിയിൽ എത്തിക്കുന്ന സമയത്ത് അത്രയും ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിലവർ ഉപയോഗിച്ച ആയുധങ്ങളിൽ 75% അമേരിക്കയുടേതാണ്, അമേരിക്കൻ നിർമ്മിതമാണ്. അത് മിസൈലാണെങ്കിലും സ്ഫോടക വസ്തുക്കളാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും എല്ലാത്തിൻ്റെയും
തലച്ചോറ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയാണ് കൂട്ടക്കൊല ചെയ്തത്. അതിൻ്റെ ഉത്തരവാദിത്തത്തിന് അവർക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞങ്ങായിട്ടാണ് ഇറാൻ എവിടെ എത്തുന്നത്? പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം തങ്ങളുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ്. അതിനുവേണ്ടി തങ്ങൾ ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശത്തിൽ ആണവായുധം വാങ്ങരുത് എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ ഇറാൻ അത് പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എടുത്തിട്ടു എന്നുള്ളതാണ്. പകരമായിട്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും സാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് മുൻപ് തന്നെ 165ഓളം രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് UN സഭയിൽ തന്നെ പ്രമേയമായിട്ട് പറഞ്ഞതാണ്. ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പ്രസക്തി. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടോ രേഖയിൽ എഴുതി വെച്ചതുകൊണ്ടോ പാലസ്തീൻ സ്വതന്ത്രമാകുന്നൊന്നുമില്ല. പാലസ്തീൻ സ്വതന്ത്രമാകണമെങ്കിൽ ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിക്കണം. ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിക്കണമെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യണം. ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യത്തോട് അല്ലെങ്കിൽ ആ വിഭാഗത്തോട് നിങ്ങൾ സഹകരിക്കുന്ന സമയത്ത് മാത്രമേ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നതല്ല. ഇതാണ് ഇറാൻ അതിന് പ്രതികരിച്ച കാര്യം. അപ്പോൾ അവരുമായിട്ട് സമാധാനമായ ചർച്ച നടത്തുക, എന്നിട്ട് പ്രശ്നം തീർക്കുക, അതൊന്നും നടക്കാത്തൊരു കേസാണ്. നടക്കുന്നൊരു കേസ് അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധം ചെയ്തത് കൊണ്ടാണ് ഇറാന് നിലനിൽപ്പുള്ളത്. കീഴടങ്ങിയാൽ ഇറാൻ ഒരിക്കലും നിലനിൽക്കില്ല. ഗവൺമെൻറ് വീഴും. അതോടൊപ്പം തന്നെ ആ ജനങ്ങൾ പിന്നെ അടിമ വംശരെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. സ്വതന്ത്രമായിരിക്കുന്ന നയ നിലപാടുകൾക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ലക്ഷക്കണക്കിന് ആളുകളൊക്കെ തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ എല്ലാം ഒറ്റ ഒരു ഇടപെടലില്ല. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ആക്രമണത്തോടു കൂടി അതെല്ലാം ഇല്ലാതായി. അത് ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി കൊലപ്പെടുത്തിയതാണ്. അതോടുകൂടി ജനങ്ങൾ തലതിരിഞ്ഞു. തങ്ങളുടെ രാഷ്ട്ര നേതാവിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്യപ്പെട്ട ക്രൂരന്മാരായിരിക്കുന്ന ഭരണാധികാരികളോട് ഞങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യും? അപ്പോൾ ഇറാനിൽ ഭരണം മാറ്റം നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമല്ല. ഇപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷ വേണം, ശേഷിക്കുന്ന നേതാക്കന്മാർക്ക് സുരക്ഷ വേണം, അവരാക്രമിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കാത്ത ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ വേണം. ഇതാണ് നിലപാടുകൾ. ആ നിലപാടിൽ ഒന്നിരിക്കുന്ന പ്രവർത്തികളാണ് ചെയ്യുക എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള, എങ്ങനെയാണെങ്കിലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാൻ ആക്രമിക്കാനുള്ള ധൈര്യമോ കരുത്തോ ശക്തിയോ അല്ല, അതൊക്കെ ചോർന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോക്സി വിഭാഗത്തെ സജീവമാക്കിക്കൊണ്ട് പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങും. എപ്പോൾ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്ന സമയത്ത്. അത് വല്ലാതെ കാലമൊന്നും മുന്നോട്ട് പോകാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല. അത് അവസാനിക്കുന്നതാണ് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് പിന്നെ പാലസ്തീൻ വിഷയങ്ങൾ ഉയർന്നു വരും. ആ പാലസ്തീൻ വിഷയത്തിൽ പിന്നീട് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ആ ചെയ്യുന്ന സമയത്തെല്ലാം അത് അതിൻ്റേതായിരിക്കുന്ന ക്ലേശപരമായിരിക്കുന്ന പ്രയാസം അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എവിടെയാണ് അവസാനിക്കുക എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റാത്ത സ്ഥിതിയിലൂടെയാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടയും ഇറാനും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും പോകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.